മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51-ാം സങ്കീർത്തനം 2-ാം തിരുവാക്യം. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. തകർന്ന ഹൃദയത്തോടെ ദാവീദ് കർത്താവിനോട് ഏറ്റുപറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മളെല്ലാവരും നോമ്പ് കാലത്തിലാണ്. പ്രത്യേകമായി ഈ തപസ് കാലത്ത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് കഴിയണം. ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെയും മനസ്സിന്റെ ദുഃഖങ്ങളെയും നമ്മെ അലട്ടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. എല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എൻ്റെ സഹോദര സഹോദരി, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. കർത്താവ് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 10,000ങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. പാപത്തിന്റെ അശുദ്ധിയുടെ അനുഗ്രഹത്തെ തടയുന്ന എല്ലാ അടിമത്ത കെട്ടുകളെയും ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കുന്ന സമയം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും സകല മലിനതകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കൂട്ടായ്മകൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വരമേറ്റ് വിളിച്ച് പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. Come Holy Spirit. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേക മഴ പെയ്യിക്കണമേ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ ഞങ്ങളുടെ മേൽ ഈ തീമഴ പെയ്യട്ടെ. സകല കെട്ടുകളും അഴിയട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കർത്താവേ പകരുക. 1000ങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് അഭിഷേകത്തിന്റെ തീമഴ പകരുക. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തിയാണ് ചേർന്ന് പാടുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ.
യേശുവേ പകരുക പകരുക, പതിനായിരങ്ങളിലേക്ക് പകരുക കർത്താവേ. മഴയായി പെയ്യട്ടെ, കാറ്റായി വീശട്ടെ, കാറ്റായി ഹല്ലേലൂയ. തീയായി കത്തട്ടെ, പരിശുദ്ധാത്മാവേ തീയായി തീയായി ഇറങ്ങുക, നദിയായി ഒഴുകട്ടെ. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് അഭിഷേക തീയായി, അനുഗ്രഹ തീയായി, കൃപയുടെ തീയായി, വിശുദ്ധിയുടെ തീയായി, മഹത്വത്തിന്റെ തീയായി കത്തി പടരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹത്തെ തടയുന്ന സകല പാപക്കെട്ടുകളെയും പൊട്ടിച്ചു കളയണമേ. അത്ഭുത സൗഖ്യങ്ങള്, അത്ഭുത വിമോചനങ്ങള്, അത്ഭുത രോഗശാന്തികള്, അത്ഭുത കൃപാവരങ്ങള് ആയിരങ്ങളിൽ ആയിരങ്ങളിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വപൂർണനായ കർത്താവേ, അങ്ങയുടെ തേജസ്സിനാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ പൊതിയണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഉണർത്തണമേ. ബ്ലസ് ബ്ലസ് ലോർഡ്. ദൈവവചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പാപം കുടുംബങ്ങളെ തകർക്കും. പാപം കുടുംബങ്ങളെ തകർക്കും. ഇന്ന് പല കുടുംബങ്ങളും വലിയ തകർച്ചയിലാണ്, പ്രതിസന്ധികളിലാണ്. അനേകം കുടുംബങ്ങൾ ഇന്ന് പരാജയപ്പെടുന്നു. പപ്പടം പൊടിയുന്നത് പോലെ പല കുടുംബങ്ങൾ ഇന്ന് തകർന്നടിയുകയാണ്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഈ തകർച്ചകളുടെ അടിസ്ഥാന കാരണം എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. എവിടെ പാപത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, സ്വാധീനമുണ്ടോ, അവിടെ ദൈവ സാന്നിധ്യം മങ്ങിപ്പോകും. നമ്മുടെ കുടുംബങ്ങൾ പാപത്തിൻ്റെ സ്വാധീനത്താൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം മങ്ങിപ്പോവുകയാണ്. നമുക്കറിയാം, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിശാച് അവിടേക്ക് നുഴഞ്ഞു കയറുകയാണ്. പ്രവാചകനായ സാമുവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനം. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള വചനമാണിത്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദിനോട് പ്രവാചകനായ നാഥാനിലൂടെ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പാണ്. ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ്. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ സ്വന്തമാക്കിയതുകൊണ്ട് ദാവീദേ, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയിൽ. എന്തൊരു ഷാർപ്പാണ് ഈ വചനം! ഈ വചനത്തിന് ഒരുപാട് മെസ്സേജുകൾ നമ്മോട് പറയാനുണ്ട്. നമ്മുടെ പല കുടുംബങ്ങളുടെയും തകർച്ചകൾ, നമ്മുടെ പല കുടുംബങ്ങളുടെയും അസ്വസ്ഥതകൾ ഈ വചനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിന്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ,
നമ്മുടെ കുടുംബങ്ങളെ കുടുംബമാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രവാചകനായ സാമുവേൽ 2-ാം പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ തിരുവാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. കർത്താവിൻ്റെ പേടകം 3 മാസം ഓബാദ് ഏദോമിന്റെ ഭവനത്തിൽ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, കർത്താവ് ഓബാദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് ഓബാദ് ഏദോമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്? ആ കുടുംബത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ സാന്നിധ്യത്തെ നിർവീര്യമാക്കി, ഈ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കുക, ഇതാണ് ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ മലിനപ്പെടുമ്പോൾ, പലവിധ അശുദ്ധികളും പാപങ്ങളും മൂലം നമ്മുടെ കുടുംബങ്ങൾ മലിനപ്പെടുമ്പോൾ ആ കുടുംബങ്ങളെ തകർക്കുവാൻ പിശാചിന് വളരെ വളരെ എളുപ്പമാണ്. ഇന്നത്തെ ഈ സന്ദേശം ദാവീദിന്റെ കുടുംബത്തിലൂടെയാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ആരായിരുന്നു ദാവീദ്? ഒരു ഇടയ ചെറുക്കനായിരുന്നു. തൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ഒരു ഇടയ ചെറുക്കൻ. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവാക്യം. തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് ദൈവമായ കർത്താവ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. പ്രവാചകനായ സാമുവേല് തൻ്റെ തൈലക്കൊമ്പിൽ ആ തൈലം ദാവീദിനെ ശിരസിൽ ഒഴിച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന് മേൽ ശക്തിയോടെ ആവസിച്ചു. കർത്താവിൻ്റെ കൂടെ നടന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും അവന് വിജയം കൊടുക്കുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 3-ാം തിരുവാക്യം. ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ദൈവം ദാവീദിനെ ഉയർത്തുകയാണ്. ഒരു ഇടയ ചെറുക്കനായ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നു. തൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ദാവീദിൽ കർത്താവ് കണ്ടെത്തുകയാണ്. കർത്താവിനോട് ചേർന്ന് ജീവിച്ച ദാവീദ്, അവന് അധികാരവും സമ്പത്തും സ്വാധീനവും ആൾബലും എന്ന് വേണ്ട സകലതും കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? 2 സാമുവേൽ 11-ാം അധ്യായത്തിലോട്ട് വരിക. രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് പോകേണ്ട ആ കാലത്ത് ദാവീദ് ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. 11-ാം അധ്യായം 3-ാം വചനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്ന ഈ സമയത്ത് അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കണ്ടു. അവൾ ആരാണെന്ന് ആളയച്ചവൻ അന്വേഷിച്ചു. ഏലിയാമിന്റെ മകളും ഹിത്തിനായ ഊറിയായുടെ ഭാര്യയുമാണെന്ന് ദാവീദ് അറിയുകയാണ്. ദാവീദ് ബത്ശബയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവളുമായി പാപം ചെയ്യുകയാണ്. തനിക്ക് ഒരുപാട് നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവമായ കർത്താവ് നൽകി. ഇടയ ചെറുക്കനായ തന്നെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കി തൻ്റെ ദൈവം ഉയർത്തി. ഇത്രമാത്രം അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് പ്രദാനം ചെയ്തിട്ടും കർത്താവിനെ അവഹേളിക്കുന്ന വിധത്തിൽ, കർത്താവിനെ നിന്ദിക്കുന്ന വിധത്തിൽ ബത്ശബയുമായി ദാവീദ് പാപം ചെയ്യുകയാണ്. വചനം പറയുന്നുണ്ട്, ഈ വിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടി അവളുടെ ഭർത്താവായ ഊരിയാവിനെ ദാവീദ് വിളിച്ചു വരുത്തുകയാണ്. ഒരു ദിവസം അവനെ മൂക്കറ്റും കുടിപ്പിച്ച് അവനെ മത്തനാക്കി ഊറിയോട് പറയും, ഊറിയ, നീ നിന്റെ ഭവനത്തിലേക്ക് പോവുക, നിന്റെ ഭാര്യയുമായി നിന്റെ കുടുംബവുമായി നീ സന്തോഷിച്ചുല്ലസിക്കുക. എന്നാൽ കൊട്ടാരത്തിൻ്റെ ആ പടിപ്പുരയിൽ ഊറിയ രാത്രി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ദാവീദ് അവനെ കണ്ടപ്പോൾ ദാവീദ് ചോദിക്കും, എന്തുകൊണ്ട് ഊറിയ നീ നിന്റെ ഭവനത്തിലേക്ക് പോയില്ല? ഊറിയ പറയുന്ന കാര്യമുണ്ട്. എൻ്റെ യജമാനനായ യോവാബും എൻ്റെ മറ്റ് സഹോദരന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ
ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയുമായി ഉല്ലസിക്കുക? തൻ്റെ രാജ്യത്തോടും തൻ്റെ രാജാവിനോടും അവനുണ്ടായിരുന്ന ആ കൂറ്, അവനുണ്ടായിരുന്ന വിശ്വസ്തത, പിറ്റേ ദിവസം ഇതുപോലെ ദാവീദ് കൂടുതൽ അവനെ കുടിപ്പിച്ച് മത്തനാക്കുകയാണ്. എന്നാൽ ആ രാത്രിയിലും തൻ്റെ ഭവനത്തിലേക്ക് പോകാതെ അവൻ ആ കൊട്ടാരത്തിൻ്റെ ആ പടിപ്പുരയിൽ തന്നെ അന്തിയുറങ്ങുകയാണ്. ദാവീദ് എന്താ ചെയ്തെന്നറിയൂ? ഒരു സന്ദേശം അവൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ഇത് നീ പടനായകനായ യോവാബിന് കൊടുക്കുക. വളരെ വിശ്വസ്തനായ ഊറിയ ഇത് തന്നെ കൊല്ലുവാനുള്ള ദാവീദിന്റെ ചതിയാണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ രാജാവിനോടുള്ള സ്നേഹം കൊണ്ട്, വിശ്വസ്തത കൊണ്ട് ആ കത്തുമായി അവൻ യുദ്ധക്കളത്തിലെത്തുകയാണ്. അത് യോവാബിനെ ഏൽപ്പിക്കും. ദാവീദ് എഴുതിയിരിക്കുന്ന കാര്യം യോവാബ് മനസ്സിലാക്കുകയാണ്. യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഊറിയായെ ആ മുന്നണിയിൽ ഏറ്റവും മുന്നിൽ നിർത്തുകയാണ്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അനേകം പട്ടാളക്കാർ പിൻവാങ്ങി. ആ സമയത്ത് ഊറിയ കൊല്ലപ്പെടുകയാണ്, ഊറിയ വധിക്കപ്പെടുകയാണ്. രണ്ട് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഊറിയയുടെ ഭാര്യയുമായ ബത്ശബയുമായിട്ടുള്ള ദാവീദിന്റെ വ്യഭിചാരം, അവൻ പാപം ചെയ്തു. രണ്ട്, ഈ കുറ്റം മറച്ചു വയ്ക്കുവാൻ ബത്ശബയുടെ ഭർത്താവായ ഊറിയാവിനെ, തന്റെ വിശ്വസ്ത ഭൃത്യനായ ഊറിയാവിനെ ചതിയിലൂടെ ദാവീദ് കൊലപ്പെടുത്തുകയാണ്. ഇതെല്ലാം കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദാവീദേ, ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയിട്ട് എന്തുകൊണ്ട് ഈ പാപത്തിലൂടെ നീ എന്നെ അവഹേളിച്ചു? തിരുവെഴുത്ത് പറയുകയാണ്, ദാവീദിന്റെ ഈ പ്രവൃത്തി കർത്താവിനെ അനിഷ്ടമായി, കർത്താവിനെ ഒരുപാട് വേദനിപ്പിച്ചു. ദാവീദിന്റെ ഈ പാപപ്രവൃത്തി കർത്താവിന്റെ ഹൃദയത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചു. എന്നാൽ 12-ാം അധ്യായത്തിലോട്ട് വരിക. ദൈവത്തിന്റെ വലിയ കരുണയാണ് നമ്മൾ അവിടെ കാണുന്നത്. ദാവീദ് നഷ്ടപ്പെട്ടു പോകാൻ, അവൻ നിത്യമായി നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അനുതാപമില്ലാതെ, ഈ മഹാപാപത്തെ ഓർത്ത് അനുതപിക്കാതെ ദാവീദ് തന്റെ കൊട്ടാരത്തിൽ സുഖമായി കഴിയുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് അനേകം കുടുംബങ്ങളെ തകർക്കുന്നത് ഇത്തരത്തിലുള്ള പാപപ്രവർത്തികളാണ്. നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി, ജഡീകമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വചനത്തെ നമ്മൾ ബോധപൂർവം ചവിട്ടിക്കളഞ്ഞ് ഇങ്ങനെയുള്ള ജഡീകമായ പാപങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അത് നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളെയുമാണ് തകർത്ത് കളയുന്നത്. വഞ്ചനയിലൂടെ, ചതിയിലൂടെ, ജഡീകമായ ചില നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെ വഞ്ചിക്കുന്ന, ഭാര്യയെ വഞ്ചിക്കുന്ന, മാതാപിതാക്കളെ വഞ്ചിക്കുന്ന, മക്കളെ വഞ്ചിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്. ദാവീദിന്റെ കുടുംബത്തിലൂടെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളോട് സംസാരിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? വ്യഭിചാരവും കൊലപാതകവും ദാവീദിനെ എവിടെ കൊണ്ടെത്തിച്ചു? പ്രവാചകനായ നാഥാനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കും ദാവീദിനെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദാവീദ് അനുതപിക്കുന്നുണ്ട്, അവൻ തന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? ദൈവം വാണിംഗ് കൊടുക്കും, ദാവീദേ, നിന്റെ കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് നീ എന്നെ അവഹേളിച്ചതുകൊണ്ട്, നീ എന്നെ നിന്ദിച്ചതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാളൊഴിയുകയില്ല. പിന്നീട് എന്താ നമ്മൾ കാണുന്നത്? സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ ദാവീദിന്റെ മകൻ അമ്നോൻ, ദാവീദിന്റെ മകള് താമാർ, സ്വന്തം സഹോദരനായ അമ്നോൻ തന്റെ തന്നെ സഹോദരിയായ താമാറിനെ നശിപ്പിക്കുന്ന ചിത്രമാണ്. അപ്പനായ ദാവീദ് ചെയ്ത വ്യഭിചാരം ഇതാ ദാവീദിന്റെ മകൻ ദാവീദിന്റെ മകളോട്, സ്വന്തം സഹോദരൻ സ്വന്തം സഹോദരിയോട് ചെയ്യുന്നു. ഈ വിവരമറിഞ്ഞ ദാവീദിന് മറ്റൊരു മകൻ അബ്സലോം, നിങ്ങൾ 13-ാം അധ്യായം വായിക്കണം. എന്തുമാത്രം പാപം നമ്മുടെ കുടുംബങ്ങളെ സ്വാധീനിക്കുന്നു, എന്തുമാത്രം പാപം നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു വ്യക്തമാക്കുകയാണ്. അബ്സലോം എന്തു ചെയ്യും? 13-ാം അധ്യായം
23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. അവനൊരു വലിയ വിരുന്ന് നടത്തിയിട്ട് തൻ്റെ സഹോദരനായ അമ്നോനെ ഈ വിരുന്നിലേക്ക് വിളിക്കുകയാണ്. തൻ്റെ സഹോദരിയായ താമാറെ നശിപ്പിച്ചത് മൂലം അമ്നോനെ അബ്സലോം അത്യധികം വെറുത്തിരുന്നു. അന്ന് രാത്രിയിൽ ആ വിരുന്നിന്റെ മധ്യേ അവനെ മൂക്കറ്റം കുടിച്ച് മത്തനായി അമ്നോൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബ്സലോമിന്റെ കൂട്ടാളികൾ വന്ന് അമ്നോനെ വെട്ടിക്കൊല്ലുകയാണ്. ദാവീദ് ചെയ്ത ആ കൊലപാതകം ഇതാ തൻ്റെ മകനോട് തന്നെ ചെയ്യുന്നു. സ്വന്തം സഹോദരനായ അമ്നോനെ അവന്റെ തന്നെ സഹോദരൻ അബ്സലോം കൊലപ്പെടുത്തുകയാണ്. അമ്നോൻ നഷ്ടപ്പെടുകയാണ്. താമാർ നശിപ്പിക്കപ്പെടുകയാണ്. ദാവീദിന്റെ കുടുംബം ആകെ താറുമാറാവുകയാണ്. അവന്റെ മക്കള് ചിന്നിച്ചെതറി പോവുകയാണ്. ഈ തകർച്ചയുടെ അടിസ്ഥാനം എന്തായിരുന്നു? ഇത്രമാത്രം നന്മകൾ ദൈവം പ്രദാനം ചെയ്തിട്ടും വ്യഭിചാരത്തിലൂടെയും കൊലപാതകത്തിലൂടെയും ദാവീദ് കർത്താവിനെ പാപം ചെയ്ത് അവഹേളിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധമായൊരു സുഖവും നമുക്ക് വേണ്ട. ഈ തപസ് കാലത്ത് നമ്മൾ പൂർണ്ണമായും തീരുമാനമെടുക്കണം. കർത്താവേ, നിന്റെ വചനത്തിന് വിരുദ്ധമായ, നിന്റെ ഹിതത്തിന് വിരുദ്ധമായ ഒരു സുഖവും ഞങ്ങൾക്ക് വേണ്ട, ഒരു നേട്ടവും ഞങ്ങൾക്ക് വേണ്ട. സകല പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ അബ്സലോം ദാവീദിന്റെ അധികാരത്തിനെതിരായി തിരിയുകയാണ്. അവൻ സൈനിക വിപ്ലവത്തിന് ഒരുങ്ങുകയാണ്. അവൻ അപ്പനെതിരായി തിരിഞ്ഞ് ഒരു വലിയ സംഘത്തെ രൂപപ്പെടുത്തുകയാണ്. തന്റെ മകനെ പേടിച്ച് ദാവീദ് അവിടെ വിട്ട് ഓടിപ്പോവുകയാണ്. ദാവീദിന് അധികാരം നഷ്ടപ്പെടുകയാണ്. അബ്സലോം അത് പിടിച്ചെടുക്കുകയാണ്. എന്തൊക്കെയാണ് ദാവീദിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത്? ഈ തകർച്ചകളുടെയും ഈ നാശത്തിന്റെയും ഈ പ്രതിസന്ധികളുടെയും ഒരു പ്രധാന കാരണം ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ദാവീദിന്റെ പാപകരമായ ജീവിതമായിരുന്നു. അവൻ തന്റെ അശുദ്ധമായ പ്രവൃത്തികളിലൂടെ തന്റെ കുടുംബത്തെ മലിനപ്പെടുത്തി, തന്റെ തലമുറകൾ അശുദ്ധമാക്കി. ഞാൻ ആത്മാവിൽ പറയട്ടെ, പാപം കുടുംബങ്ങളെ തകർക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണ അതിനേക്കാൾ വലുതാണ്. ദൈവം അത്ഭുതകരമായി വീണ്ടും ദാവീദിനെ അധികാരത്തിലെത്തിക്കുകയാണ്. അപ്പനെതിരെ തിരിഞ്ഞ അബ്സലോമിന് എന്താ സംഭവിക്കുന്നത്? അവൻ കൊല്ലപ്പെടുന്ന ചിത്രം പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ കാണുവാനായിട്ട് പറ്റും. പാപത്തിലൂടെ നമുക്കൊന്നും നേടുവാൻ സാധിക്കുകയില്ല. നേടിയാൽ തന്നെ അതൊരിക്കലും തലമുറകൾക്കും കുടുംബത്തിനും അനുഗ്രഹമാവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നശിച്ചു പോകും, തകർന്നു പോകും. കർത്താവിന്റെ ജീവനുള്ള വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല. പാപത്തിലൂടെ ആരും വിജയിക്കുന്നില്ല. താൽക്കാലികമായി വിജയിച്ചാൽ, താൽക്കാലികമായി ഒരു ഉന്നതി നേടിയാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തകർന്നു പോകുമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപം തരുന്ന സുഖങ്ങൾ വേണ്ട, പാപം തരുന്ന നേട്ടങ്ങൾ വേണ്ട, പാപം തരുന്ന വിജയങ്ങൾ വേണ്ട. ഈ ഒരു തീരുമാനത്തോടെ ഈ നോമ്പ് കാലത്ത് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടാം. നമ്മുടെ കുടുംബത്തിൽ വന്നുപോയ എല്ലാ പാപകരമായ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് അനുതപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വ്യക്തമായി നമ്മോട് പറയുന്നു, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നീ പാപത്തെ വിട്ടുകളയുക. നമ്മുടെ ഒന്നാമത്തെ ദൗത്യം അതാണ്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? സഹോദരൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? സഹോദരി, നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരണോ? നിന്റെ തകർച്ചകളിൽ, നിന്റെ ദുരിതങ്ങളിൽ, നിന്റെ കഷ്ടതകളിൽ, നിന്റെ പ്രതിസന്ധികളിൽ കർത്താവ് ഇടപെടണോ? പാപം ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. പാപമുള്ളിടത്ത് കർത്താവില്ല. പാപമുള്ളിടത്ത് പിശാചിന്റെ സ്വാധീനമുള്ളത്. വ്യക്തിപരമായി നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞു, തെസ്സലോനിക്ക സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവാക്യം,
അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്, നമ്മുടെ കുടുംബത്തെ നാം കർത്താവിനായി വിശുദ്ധീകരിക്കണം. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 26-ാം തിരുവാക്യം. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ കർത്താവിന് നിന്ദ്യമായ ഒരു വസ്തുവും നിന്റെ ഭവനത്തിലേക്ക് നീ കൊണ്ടുവരരുത്. വീട്ടിലിരുന്ന് കള്ളു കുടിക്കുക, തെറിവാക്കുകൾ പറയുക, ബ്ലൂ ഫിലിം കാണുക, അശുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുക, കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധമായ പാപ പ്രവർത്തികളിൽ മുഴുകുക, ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ കുടുംബം കർത്താവിൻ്റെതാണ്. കുടുംബത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിക്കണം. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ പാളയത്തെ നീ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. നമ്മൾ വസിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ നാം വിശുദ്ധിയോടെ സൂക്ഷിക്കുമ്പോൾ ആ കുടുംബങ്ങൾ അനുദിനം കൃപയിൽ വളരും, അനുഗ്രഹത്തിൽ വളരും, ദൈവ സാന്നിധ്യത്തിൽ വളരും. ഈ തപസ് കാലത്ത് ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി, എല്ലാവരും മുട്ടുകുത്തി, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശംഖ പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് പലപ്പോഴും ഞങ്ങളെ പാപ പ്രവർത്തികൾ ഞങ്ങളുടെ കുടുംബങ്ങളെ മലിനപ്പെടുത്തി, ഞങ്ങളുടെ തലമുറകളെ അശുദ്ധമാക്കി, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തെ അത് തടസ്സപ്പെടുത്തി. കരുണയായിരിക്കണമേ കർത്താവേ, കരുണ തോന്നണമേ. അനുതാപ ഹൃദയത്തോട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം, കർത്താവിന്റെ തിരുരക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയം, പാപക്കെട്ടുകള്, ശാപക്കെട്ടുകള്, രോഗബന്ധനങ്ങള്, സാത്താൻ അടിസ്ഥാനങ്ങള് വിശ്വാസത്തോടെ യേശു നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവമേ, പ്രവർത്തിക്കണമേ. സകല പാപങ്ങളിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ. കർത്താവിന്റെ ചോരയാ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ ചോരയാ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ തിരുച്ചോരയാ തലമുറകൾ അഭിഷേചിതമാകട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. അനുഗ്രഹത്തിന്റെ അഭിഷേകം ഒരു നദി പോലെ ജനലക്ഷങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മറന്നു പോകരുത്. ഒരു നിമിഷത്തെ നൈമിഷികമായ സുഖത്തിനു വേണ്ടി നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, അത് നമ്മെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളെയും അത് സ്വാധീനിക്കുകയാണ്. സഹോദര സഹോദരി, കർത്താവ് നൽകിയ ഈ ദൂത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. നമ്മൾ ആരും കുറ്റബോധത്തിൽ കഴിയരുത്. കാരണം ദൈവത്തിന്റെ കരുണ എത്രയോ എത്രയോ വലുതാണ്. ആ കരുണയിൽ ആശ്രയിച്ച് തീരുമാനമെടുക്കുക. കർത്താവ് പറഞ്ഞില്ലേ, ഇനിമേൽ നീ പാപം ചെയ്യരുത്, മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ. ഈ മെസ്സേജ് നമുക്കുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പാപം നമ്മെ കഠിന ഹൃദയരാക്കും. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ